അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം യൂട്യൂബിൽ റിലീസ് ചെയ്ത രുക്മിണി സ്വയംവരം എന്ന് പറയുന്ന വെബ് സീരീസിന്റെ സെക്കൻഡ് പാർട്ടിന്റെ വർക്ക് ഇതോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ടൈം ലൈൻ ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് കേട്ടോ ടൈം ലൈന്. അപ്പൊ ഇത്രയും ഭാഗം ഈ കാണുന്നതെല്ലാം നമ്മൾ ഡബ് ചെയ്ത ഫയലുകളാണ്. ഈ കാണുന്നത് ഈ സ്പെഷ്യൽ സൗണ്ട് എഫക്റ്റുകൾ, കാര്യങ്ങൾ, അങ്ങനെയെല്ലാം. പിന്നെ ഇത് ആംബിയൻസ് സൗണ്ട്, അങ്ങനെയുള്ള സൗണ്ടുകൾ. പിന്നെ അതുപോലെ ഇതിലൊക്കെ ഫോളി സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഈ ഭാഗങ്ങളിൽ വരും. ഈ കാണുന്നതാണ് ആംബിയൻസ് സൗണ്ട്. ഈ താഴെ കാണുന്നത് BGM. ഇത്രയും വർക്ക്സ് ചെയ്തിട്ടാണ് ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിന്റെ ഔട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അറേഞ്ച് ചെയ്യണം. അതായത് ആവശ്യമുള്ള ക്ലിപ്പും ആവശ്യമില്ലാത്ത ക്ലിപ്പുകളും അറേഞ്ച് ചെയ്യണം. പിന്നെ അതിനുശേഷം ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഡബ് ചെയ്യും. പിന്നെ ഇതിന്റെ സൗണ്ട് വർക്ക് തുടങ്ങും, SFX വർക്കുകൾ തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ BGM വർക്ക്, അതും കഴിഞ്ഞ് കളറിങ്, ടൈറ്റിൽ ഗ്രാഫിക്സ്, പിന്നെ VFX ഉണ്ടെങ്കിൽ അതും. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാലേ, നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള കലാകാരന്മാരൊരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. അല്ലാതെ ഒരു എഡിറ്റിലെ ഒരു കട്ട് പോലും ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ള വീഡിയോസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറെ കയറി പോണതാണ്.